തമാശകളും കെയറിങ്ങും ബന്ധങ്ങളിൽ വില്ലനാകാറുണ്ട്. എങ്ങനെയാണ് നിർദോഷമെന്ന് നമുക്ക് തോന്നുന്ന തമാശകളും കെയറിങ്ങും ബന്ധങ്ങളിൽ വില്ലനാകുന്നത് എന്നൊന്ന് നോക്കിയാലോ? നമസ്കാരം, ഞാൻ വിദ്യാ നായർ. നമ്മൾ ഈ പറഞ്ഞ ടോപ്പിക്കിൽ തമാശകൾ, അത് നമ്മളിങ്ങനെ ആവർത്തിച്ച് ഒരു വ്യക്തിയുടെ ഇൻസെക്യൂരിറ്റീസിനെ കുറിച്ച്, പേഴ്സണാലിറ്റിയെ കുറിച്ച്, അപ്പിയറൻസിനെ കുറിച്ച് ഒക്കെ ഇങ്ങനെ പറയാൻ ശ്രമിക്കുമ്പോൾ അവരിങ്ങനെ ഡിഫെൻഡ് ചെയ്യും. എന്താ ഈ പറയുന്നത്, ഇങ്ങനെയാണോ? അപ്പം നമ്മൾ വിചാരിക്കും, അയ്യേ ഞാൻ കളി പറഞ്ഞതല്ലേ. അവർക്ക് വീണ്ടും അത് വേദനയായിട്ട് തന്നെ നിൽക്കും. അതായത് അവരൊട്ടും സെക്യൂർ അല്ല എന്ന് തോന്നുന്ന, ആവർത്തിച്ച് അവരെ ഹേർട്ട്ഫുൾ ആക്കുന്നു എന്ന് അറിഞ്ഞിട്ടും നമ്മൾ പറയുന്ന തമാശകൾ ബന്ധത്തിൽ വലിയ വിള്ളൽ തന്നെ ഉണ്ടാക്കും. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതായത് കാലക്രമേണ നമ്മൾ ആരുടെ സെൻസിറ്റീവായ ടോപ്പിക്സിനെ എടുത്തിട്ടാണോ കളിയാക്കുന്നത്, അവർക്ക് കോൺഫിഡൻസ് കുറയും, നമ്മൾ അവരെ ഡീഗ്രേഡ് ചെയ്യുന്ന പോലൊരു ഫീല് വരും. ഇമോഷണലി അവർ ഭയങ്കരമായിട്ട് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നിൽക്കുകയും ചെയ്യും. രണ്ടാമത്തത്, എങ്ങനെയാണ് കരുതൽ ഒരു വില്ലനായിട്ട് മാറുന്നത്? നമ്മൾ കൺട്രോളിനെ പലപ്പോഴും കരുതലിൻ്റെ രൂപത്തിൽ അവതരിപ്പിക്കാറുണ്ട്, അല്ലേ? അവരെന്ത് ചെയ്യണം, എന്ത് ചെയ്യേണ്ട, അതിനെയൊന്നും കുറിച്ച് ഡയറക്റ്റ് നമ്മൾ പറയില്ല. കാരണം നമ്മൾ കൺട്രോളിങ് ആണെന്ന് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, അവരുടെ ബിഹേവിയറിനെ മോൾഡ് ചെയ്യും. പിന്നീട് അവരെ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ പോലും നമ്മൾ അപ്രത്യക്ഷമായിട്ടുള്ള ഒരു ഫോഴ്സ് അവരുടെ മേലെ കൊടുക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ കൺട്രോളിങ് ആയിട്ട് കൊടുക്കുന്ന കരുതൽ, അതുപോലെ തന്നെ നമ്മൾ വീണ്ടും അവരുടെ പാസ്റ്റ് മിസ്റ്റേക്കിനെ ഓർമ്മിപ്പിക്കാൻ, പേഴ്സണാലിറ്റിയെ കുറിച്ച് കളിയാക്കാൻ അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്ന തമാശകൾ, ഇതെല്ലാം ബന്ധങ്ങളിൽ വലിയ പ്രശ്നമാണെന്നേ. അപ്പോൾ നിർദോഷമെന്ന് നമുക്ക് തോന്നുന്ന തമാശകൾക്കും കരുതലിൻ്റെ രൂപത്തിൽ അവതരിപ്പിക്കുന്ന കൺട്രോളിനും നമ്മൾ രണ്ടും ഉദ്ദേശിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ അവരറിയാതെ തന്നെ നമ്മൾ മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്ന പാറ്റേൺ ആണ് അവരുടെ സ്വഭാവത്തിൽ, അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ചില ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന അല്ലെങ്കിൽ അവലംബിച്ച ചില ടാക്ടിക്സ് ആണെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യണം, പിന്നീട് ഒന്ന് ഭയക്കണം. കാരണം ഇമോഷണൽ ഡിസ്റ്റൻസ് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ കിട്ടുന്ന തരത്തിലുള്ള രണ്ട് പ്രവണതകളാണ് ഇത്തരത്തിലുള്ള തമാശകളും കരുതൽ എന്നുള്ള രീതിയിലുള്ള കൺട്രോളും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഏത് രീതിയിലാണ് മറ്റേ വ്യക്തി അത് റിസീവ് ചെയ്യുന്നത് എന്നതിനെ അനുസരിച്ച് മാത്രമേ നമുക്കിത് ആവർത്തിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതല്ല എന്നുണ്ടെങ്കിൽ അത് ബന്ധങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വില്ലന്മാരുടെ സ്ഥാനത്ത് തന്നെയായിരിക്കും നിൽക്കുന്നത്.